നമസ്കാരം. ലോക ചരിത്രത്തിൽ തന്നെ ലോകത്തിലെ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഉണർന്നെഴുന്നേറ്റത്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത ആക്രമണത്തിൽ. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് 30ഓളം ബോംബുകളാണ് വർഷിക്കപ്പെട്ടത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കുടുംബവുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ യുഗത്തിൻ്റെ അവസാനമാണ് എന്ന് പറയേണ്ടി വരും. ഈ സംഘർഷത്തിൻ്റെ വാർത്തകളാണ് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് മറ്റ് രണ്ട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്, റഷ്യയും ഉക്രൈനും തമ്മിലുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ തൊട്ട അയൽപക്കത്ത് ഡുറാൻഡ് ലൈനിൽ, അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലും വലിയ സംഘർഷം നടക്കുകയാണ്. നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാക് പട്ടാളക്കാർ അഫ്ഗാനിസ്ഥാൻ്റെ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ സംഘർഷങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റി പൂർണ്ണമായിട്ടും ലോകം ഇന്ന് ശ്രദ്ധിക്കുന്നത് ഇറാനിൽ നടക്കുന്ന സംഭവവികാസങ്ങളിലേക്കാണ്. കാരണം ഇറാൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന, യഥാർത്ഥത്തിൽ ഇറാൻ്റെ മാത്രമല്ല ഇസ്രായേലിൻ്റെയും ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു വലിയ യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ വാർത്തകൾക്കപ്പുറം യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിലെ പ്രധാന ഘടകങ്ങളായ 4 ഘടകങ്ങളുണ്ട്. ഒന്ന് അമേരിക്കയാണ്, 2 ഇസ്രായേലാണ്, 3 ഇറാനാണ്, ബാക്കി ഉള്ള ലോകമാണ് 4ാമത്തെ ഘടകം. ഈ 4 ഘടകങ്ങൾക്ക് എന്ത് സംഭവിക്കും ഈ യുദ്ധത്തോടെ, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചെറിയ ചിന്ത മാത്രമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ആദ്യം ഇറാൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാവരെയും പോലെ തന്നെ നമ്മൾക്കും ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഇറാൻ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, വലിയ അവകാശവാദങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നോക്കൂ, വളരെ നിസ്സാരമായിട്ട് ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് വധിച്ചിരിക്കുന്നു. അതിപ്പോൾ ഇറാൻ തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. ഇറാൻ്റെ ഒഫീഷ്യൽ ഏജൻസി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഈ മരണവിവരം പുറത്തുവിട്ട ഇറാൻ്റെ ടെലിവിഷൻ ആങ്കർ പൊട്ടിക്കരയുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ലോകത്തെമ്പാടും വൈറലാണ്. പ്രത്യേകിച്ച് എക്സിലൊക്കെ അത് വലിയ വൈറലാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ ഈ അയത്തുള്ള ഖൊമേനിയുടെ മരണം പറയുന്നത്, അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 സംശയങ്ങളുണ്ട്. ഒന്ന്, ഇറാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് പോലെ ഒരു വലിയ സംഭവമാണോ എന്നുള്ള സംശയമാണ് ഒന്ന്. ഇറാനെ സംബന്ധിച്ചിടത്തോളം പല നിരീക്ഷകരും പറയുന്നത് വെനിസുല പോലെ അല്ലെങ്കിൽ ഇറാഖ് പോലെ അമേരിക്കയ്ക്ക് അങ്ങനെ അടർത്തിയെടുക്കുന്ന ലാഘവത്തോടെ എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു ഭരണകൂടമല്ല ഇറാനിലെന്ന് പല നിരീക്ഷകർക്കും അഭിപ്രായമുണ്ട്. അത് ഞാനും ഏതാണ്ട് അത് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വെനിസുല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റലിജൻസ് ഓപ്പറേഷനായിരുന്നു. ചോര പൊടിയാതെ വളരെ കൃത്യമായി അവിടെ ചെന്നിട്ട് ആ കമാൻഡോസിനെ വിട്ട് വെനിസുലൻ പ്രസിഡൻറ്റിനെ കോളറിന് പൊക്കിയെടുത്ത് അമേരിക്കയെ കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് അമേരിക്ക കാണിച്ചത്. അമേരിക്കയുടെ ലോക പോലീസിങ്ങിന് ഇത് വലിയ ആത്മവിശ്വാസം കൊടുത്തിട്ടുമുണ്ട്, അത് മറ്റൊരു കാര്യം. പക്ഷേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ് എന്ന് പറയാൻ കാരണം അവിടെ വെനിസുലയ്ക്കുള്ളിൽ തന്നെ പല ആൾക്കാർക്കും ഭരണവർഗത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് അറിയാമായിരുന്നു ഇതാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അവരുടെ കൂടി പരോക്ഷ പിന്തുണയോടെയാണ് അമേരിക്കയ്ക്ക് അത് സാധിച്ചത്. ഇറാഖിലാണെങ്കിൽ ഒരു സൈന്യാധിപൻ മാത്രമല്ല, സർവാധികാരി എന്ന നിലയിൽ ഏകാധിപതിയായിരുന്നു സദ്ദാം ഹുസൈൻ. അദ്ദേഹത്തിൻ്റെ ഭരണം ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരുപോലെ സമ്മതിക്കുന്നത് അദ്ദേഹമായിരുന്നു ആ ഇറാഖിൻ്റെ മുകളിൽ വലിയ തോതിൽ പിടിമുറുക്കിയിരുന്ന ഏക വ്യക്തി. ആ സ്വാധീനം മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഇറാഖിൽ പരസ്പരം പോരടിക്കുന്ന ഗോത്രവർഗ്ഗങ്ങളെയെല്ലാം ഒരുമിപ്പിച്ച് കൊണ്ടുവന്നത് സദ്ദാം ഹുസൈനോടുള്ള പേടിയോ ബഹുമാനവുമാണ്. അതുകൊണ്ട് തന്നെ സദ്ദാം ഹുസൈനെ തീർത്തതോടെ ഇറാഖ് ഛിന്നഭിന്നമായി എന്നുള്ളത് ചരിത്രമാണ്. പക്ഷേ ഇറാനിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള സംശയമാണ് പലർക്കും ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന് വളരെ വ്യവസ്ഥാപിതമായ ഒരു ഭരണ ക്രമമുണ്ട്. ഇറാനിൽ വർഷങ്ങളിലൂടെ അത് രൂപപ്പെട്ടിട്ടുണ്ട്. പഴയ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അവർക്ക് ഒരു വലിയ ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതിയുടെ മുകളിൽ മറ്റ് സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം മുകളിലുള്ള ആളാണ് ഈ പരമോന്നത നേതാവെന്ന് വിളിക്കുന്ന അയത്തുള്ള അലി ഖൊമേനി. അപ്പോൾ ആ ഒരു ഇപ്പോൾ തന്നെ ഇറാൻ്റെ ഭരണ സംവിധാനം ഒരു 3 അംഗ സമിതി, ഒരു എമർജൻസി കമ്മിറ്റിയിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത്. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയും അവർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇറാഖിൽ ചെയ്ത പോലെ, അല്ലെങ്കിൽ വെനിസുലയിൽ ചെയ്ത പോലെ, അല്ലെങ്കിൽ സിറിയയിൽ ചെയ്തതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഇറാഖിലെ ഭരണ സംവിധാനത്തെ മൊത്തം മാറ്റാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ എന്നുള്ള സംശയമാണ് പലർക്കും ഉള്ളത്. പക്ഷേ അത് സാധിച്ചില്ലെങ്കിൽ ഈ യുദ്ധം
വലിയ തോതിൽ ഈ ലോകത്തിന് വിനാശകരമായി ഭവിക്കും. കാരണം അയത്തുള്ള അലി ഖൊമേനി മരിച്ചതോടുകൂടി ആ യുദ്ധം അവസാനിക്കേണ്ടതാണ്. അതോടുകൂടി ഇറാനിൽ ഒരു വലിയ ഭരണ മാറ്റം കൊണ്ടുവരേണ്ടതാണ്. ഇതൊന്നും സംഭവിച്ചില്ല. ഈ സംവിധാനം അതുപോലെ നിലനിൽക്കുകയും അല്പം ക്ഷീണാവസ്ഥയിലാണെങ്കിൽ കൂടി അവർ അമേരിക്കയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ യുദ്ധം വലിയ തോതിൽ ലോകത്തെ മുഴുവൻ, ഭാരതം ഉൾപ്പെടെയുള്ള ലോകത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഇതിലെ പ്രധാന വിഷയം. പക്ഷേ ഇതിലെ ഒരു സംശയം കൂടി, ഈ ഇറാൻ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇറാൻ ഒരു കടലാസ് പുലിയാണോ എന്നുള്ള സംശയവും അടുത്ത ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് കൃത്യമായി നമുക്ക് തെളിയിക്കാൻ സാധിക്കും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളുണ്ട്. ഇറാൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാനെ ഭയപ്പെട്ടിരുന്നു. കാരണം ഒരു കാര്യവുമില്ലാതെ, ഒരു പ്രകോപനവും ഇല്ലാതെ, മതഭ്രാന്ത് മാത്രം കൊണ്ട് ആ ഭരണകൂടം എപ്പോൾ വേണമെങ്കിലും ഇസ്രായേലിൻ്റെ മുകളിൽ അണുബോംബ് വർഷിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഇസ്രായേലിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ എപ്പോഴും മൊസാദ് ശ്രമിച്ചിരുന്നത്, അമേരിക്ക ശ്രമിച്ചിരുന്നത്. കാരണം ആ ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി അവർ പൂർണ്ണമായിട്ട് കൈവരിക്കുന്ന ദിവസം ഒരു പ്രകോപനവും ഇല്ലെങ്കിലും ഈ ഒക്ടോബർ 7 ആക്രമണം നടന്നതുപോലെ ഒരാക്രമണത്തിലൂടെ ഇസ്രായേലിനെ ഭസ്മമാക്കാൻ ഇറാൻ ശ്രമിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്തേ മതിയാകൂ എന്നുള്ള സ്ഥിതിയിലായിരുന്നു അവർ. പക്ഷേ ഇതെല്ലാം അവകാശവാദങ്ങളാണോ, ശരിക്കും ഇറാൻ ഒരു കടലാസ് പുലി മാത്രമാണോ എന്നുള്ളത് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തെളിയും. ഇതിനൊരു സംശയം പറയാൻ കാരണം 2024 ഇറാൻ്റെ പ്രസിഡൻറ്റ് കൊല്ലപ്പെട്ട ആ ഹെലികോപ്റ്റർ ക്രാഷാണ്. അദ്ദേഹം കൊല്ലപ്പെട്ട ആ ഹെലികോപ്റ്റർ ക്രാഷ് അത് കഴിഞ്ഞപ്പോൾ പരിശോധിക്കുമ്പോഴാണ് ആ ഹെലികോപ്റ്റർ തന്നെ വളരെ പഴക്കം ചെന്ന ടെക്നിക്കൽ ഫോൾട്ടുള്ള ഒരു ഹെലികോപ്റ്ററായിരുന്നു. അതും ഒരു ആക്രമണമായിരുന്നു. അതൊരു സാധാരണ അപകടമല്ല എന്ന് ഇന്ന് ലോകത്തിന് അറിയാം. പക്ഷേ എന്നാൽ പോലും ആ ഹെലികോപ്റ്ററിൻ്റെ പഴക്കമൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഇറാൻ്റെ പ്രസിഡൻറ്റ് സഞ്ചരിക്കേണ്ട ഒരു ഹെലികോപ്റ്റർ ആയിരുന്നില്ല, ഒരു വാഹനമായിരുന്നില്ല അത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണോ ഇറാൻ്റെ മറ്റ് സംവിധാനങ്ങളും എന്നുള്ള ഒരു സംശയം ഇപ്പോൾ പലർക്കും ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ വർഷത്തെ ആക്രമണത്തിൽ നിന്ന് ഇറാൻ്റെ മിസൈൽ ഫെസിലിറ്റിയിലും ഒക്കെ ഉണ്ടായ ആക്രമണത്തിൽ നിന്ന് ഇറാൻ ഇതുവരെ പൂർണ്ണമായിട്ട് കരകയറിയിട്ടില്ല. അപ്പോഴാണ് അടുത്ത ആക്രമണം വരുന്നത്. ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള വലിയ ആക്രമണം വരുന്നത്. ആ ആക്രമണത്തിൽ അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടത്. വളരെ കൃത്യമായി നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ, ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള അവരുടെ ചരിത്രത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി ഇറാനിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ, അതുകൂടെ നമ്മൾ ചിന്തിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ടോട്ടലി ഒരു ഡിവൈഡഡ് രാജ്യമാണ്. ഒരു ഭാഗത്ത് ഒരു 40-50% ആൾക്കാർ ഇപ്പോഴത്തെ മതഭരണകൂടം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മറുവശത്ത് മതഭ്രാന്തന്മാരായ ഈ ഭരണകൂടം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇസ്ലാമിസ്റ്റുകളും വളരെ വലുതാണ്. മാത്രമല്ല ഇറാൻ്റെ സൈന്യവും തീരെ ചെറുതല്ല. അവരും പൂർണ്ണമായിട്ട് ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയുള്ള സൈന്യമാണ്. ഷിയ വിഭാഗമാണെങ്കിലും അവർ പൂർണ്ണമായിട്ടും മതഭ്രാന്തന്മാരായ, മതവിശ്വാസികളായ ഒരു വലിയ സൈന്യമാണ് അവർക്കുള്ളത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണമാറ്റം ഉണ്ടായി, നേരത്തെ പറഞ്ഞതുപോലെ പഴയ രാജകുമാരൻ പെഹ്ലവിയൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ അത് അത്ര ഈസി ആയിരിക്കില്ല. കാരണം ഈ ഇപ്പോഴത്തെ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇറാനിലുണ്ട്. ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുന്ന പോലെ അവാമി ലീഗ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ പോലും ഇല്ല എന്ന് പറഞ്ഞാലും ഷെയ്ഖ് ഹസീനയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും ബംഗ്ലാദേശിലുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള മാസങ്ങളിൽ അത് തെളിയാൻ പോവുകയാണ്. അപ്പോൾ അവിടെയും രണ്ട് ഖലീദ സിയ, ഷെയ്ഖ് ഹസീന, ഇങ്ങനെ രണ്ടായിട്ട് അവിടെ ജനങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ തോതിൽ ആക്രമണം നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീനയുടെ അല്ലെങ്കിൽ ഇന്ത്യ അനുകൂല വിഭാഗം എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ ഒതുങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇറാനിലെ അവസ്ഥയും. ഇറാൻ പൂർണ്ണമായും ആന്തരികമായി വിഭജിക്കപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വെറും ഒരു കടലാസ് പുലിയാണോ അതോ ഈ യുദ്ധം മുന്നോട്ട് തുടരുമോ ഒക്കെ അറിയാൻ
ഇനി ഒരു 2-3 ദിവസം കൊണ്ട് ഈ യുദ്ധം അവസാനിക്കുന്നതോ അല്ലെങ്കിൽ തുടരുമോ എന്ന് നമ്മൾ അറിയുന്നതിലൂടെ നമ്മൾക്ക് മനസ്സിലാവും. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളമാണ്. ഇനി രണ്ടാമത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കും ഈ യുദ്ധം അത്ര ഈസി അല്ല എന്നാണ് 100% ഉറപ്പ്. കാരണം അമേരിക്കയുടെ ലോക പോലീസിങ്ങിനെതിരെ ലോകം മുഴുവൻ വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കിയ ഒരു ആക്രമണമാണ് ഇറാന് നേരെ. എന്ത് ന്യായം പറഞ്ഞാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെനിസുല ആക്രമിക്കുന്നു, അതേപോലെ തന്നെ പ്രസിഡന്റ് ട്രംപ് ആൾക്കാർക്ക്, അതായത് ഒരു രാജ്യത്തോടാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഗോത്ര രാജാക്കന്മാർ ഒരു ഗോത്രത്തെ കീഴടക്കിയ ശേഷം പറയുന്ന രീതികളാണ് ഇവർ സംസാരിക്കുന്ന ട്രംപിൻ്റെ സംസാര ഭാഷയിലും ശരീരഭാഷയിലും വന്നിട്ടുള്ള ഈ ഒരു വലിയ മാറ്റം. അപ്പോൾ എന്തു പറഞ്ഞാലും ട്രംപ് എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം, ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും രാഷ്ട്രീയമായും അദ്ദേഹത്തിന് ഈ ഒരു യുദ്ധം ഒരു നഷ്ടക്കച്ചവടമായി ഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അമേരിക്കയിൽ തന്നെ മാഗ എന്ന് പറയുന്ന, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിനിലുള്ളവർക്ക് പോലും ഇപ്പോൾ അമേരിക്ക കാണിക്കുന്ന ഈ മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന, കഴിഞ്ഞ ദിവസം ഒമാൻ തന്നെ പറഞ്ഞു, അമേരിക്കയോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ യുദ്ധമല്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവൈവലിൻ്റെ യുദ്ധമാണ്. അതിലെന്തിനാണ് അമേരിക്ക വരുന്നതെന്നുള്ള വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് ഒമാൻ ഉന്നയിച്ചത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇങ്ങനെ മറ്റു രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ വലിയ തോതിൽ അമേരിക്കയ്ക്കുള്ളിൽ അമർഷമുണ്ട്. ഈ മാഗ എന്ന് പറയുന്ന ആ ക്യാമ്പയിനിൽ പങ്കെടുത്ത ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് ട്രംപിൻ്റെ ഈ പോക്കിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കയിലും യുദ്ധവിരുദ്ധ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അമേരിക്കയുടെ ലോക പോലീസിങ്ങിനെതിരെ വളരെ ശക്തമായ വികാരം ഇപ്പോൾ ലോകത്തുണ്ട് എന്നുള്ളതാണ് ഈ ഒരു യുദ്ധത്തിൻ്റെ മറ്റൊരു പരിണത ഫലം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടെങ്കിൽ വ്യക്തിപരമായി ഞാൻ പറയുന്നത് അത് ഇസ്രായേലിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് യാതൊരു പ്രകോപനവും ഇല്ലാതെ ഞങ്ങൾ അണുബോംബ് ഉണ്ടാക്കുന്നു, ഞങ്ങൾ ആണവ കേപ്പബിലിറ്റീസ് കൈവരിച്ചാൽ ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ ഇല്ലാതാക്കുകയാണ് എന്ന് വളരെ വ്യക്തമായി ആവർത്തിച്ചു പറയുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും പറയുന്ന പോലെ മറ്റുള്ളവർ ആയുധം താഴെ വച്ചാൽ സമാധാനമുണ്ടാകും, ഞങ്ങൾ ആയുധം താഴെ വച്ചാൽ ഞങ്ങൾ ഇല്ലാതാകും. ഇതാണ് ഇസ്രായേൽ എപ്പോഴും പറയുന്നത്. അത് ഒരർത്ഥത്തിൽ സത്യം തന്നെയാണ്. കാരണം തികച്ചും മതഭ്രാന്ത് എന്നുള്ളത് കൊണ്ട് മാത്രം ഇസ്രായേൽ എന്നുള്ള ജൂതരാഷ്ട്രം നിലനിൽക്കരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഇസ്രായേലിന് ചുറ്റുമുള്ളത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇറാൻ്റെ നടുവൊടിക്കുക എന്നുള്ളത്. അത് അമേരിക്കയുടെ മുകളിൽ പ്രഷറിട്ടാണ് ഇസ്രായേൽ അത് സാധിച്ചിരിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ശാക്തിക ചേരി ലോകമെമ്പാടുമുള്ള ഇസ്രായേലിലെ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ഇസ്രായേലിനൊരു വലിയ ലോബിയുണ്ട്. ആ ലോബി ശക്തിപ്പെടും, ഇസ്രായേലും ശക്തിപ്പെടും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ബാക്കി ലോകം എന്നുള്ളതാണ് നാലാമത്തെ ഘടകം. ബാക്കി ലോകത്തിന് കാര്യമായി യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാനില്ല ഈ യുദ്ധത്തിൽ. സംസാരിക്കുക, പ്രസ്താവന ഇറക്കുക, സമാധാനം കൊണ്ടുവരിക എന്നൊക്കെ പറയാമെന്നല്ലാതെ ആരും ഹെൽപ്പ് ചെയ്യാനോ ആരും ഇൻ്റർഫിയർ ചെയ്യാനോ ഇടപെടാനോ സഹായിക്കാനോ പോകില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ഇറാന് സഹായവുമായി റഷ്യയിലും അല്ലെങ്കിൽ ചൈനയിലും എന്നൊക്കെ പറച്ചിലുണ്ടായിരുന്നു, പക്ഷേ ആരും എത്തിയിട്ടില്ല. ഇന്ത്യ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്, ഇത് സമാധാനം വേണമെന്ന്. എല്ലാവരും പറയുന്നതും ഇന്ത്യയും പറയുന്നു. കാരണം ഇന്ത്യക്കും ഇതിനകത്ത് യാതൊരു തരത്തിലും ഒരു സൈഡിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇരു കൂട്ടരും ഭാരതവുമായി അടുപ്പമുള്ളവരാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അയത്തുള്ള ഭരണം മാറി പെഹ്ലവി ഭരണം വന്നാൽ ഇറാനിലെ ആ ഭരണകൂടം പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിൽക്കാനാണ് സാധ്യത. പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മറുവശത്ത് ഇസ്രായേലുണ്ട്, മറുവശത്ത് അമേരിക്കയുണ്ട്. അപ്പോൾ ഭാരതത്തിന് ഒരു സ്റ്റാൻഡ്, ഈ ഒരു വിഷയത്തിൽ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ചൈന ഇറാനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ചൈന ഹെൽപ്പ് ചെയ്തില്ല എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഈ യുദ്ധം നിർത്തണമെന്നുള്ള ഒരു പ്രസ്താവന മാത്രമാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് 1 മണിക്കൂർ മുമ്പ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ ഫലം എന്താണ്, പ്രത്യാഘാതം എന്താണ് എന്ന് ചോദിച്ചാൽ, ഐക്യരാഷ്ട്രസഭ പോലെയുള്ള സംവിധാനങ്ങളിൽ ലോകരാഷ്ട്രങ്ങൾക്ക്, രാഷ്ട്രങ്ങളിലെ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫലം. കാരണം വെനിസുലയിൽ സംഭവിച്ചപ്പോഴും ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈ യുദ്ധത്തിന് തൊട്ടു മുമ്പ് ഇറാൻ ഐക്യരാഷ്ട്രസഭയോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇടപെടണമെന്ന്, ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അമേരിക്കയുടെ ഒരു അപ്രമാദിത്വം
ലോകത്ത് ഇനി എന്തൊക്കെ സംഘർഷങ്ങളാണ് ഉണ്ടാക്കുക, ഇനി എങ്ങോട്ടാണ് ലോകം പോകുക എന്നുള്ള വലിയ ആശങ്ക സൃഷ്ടിക്കാൻ ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷം കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അടുത്തു വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഈ സംഘർഷം ഒന്നുകിൽ അവസാനിക്കുകയോ അല്ലെങ്കിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് മാറുകയോ ചെയ്യും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.